Hello, good morning. Good morning. Morning, sir. Good morning, good morning, good morning. Good morning, എന്തൊക്കെയുണ്ട് sir. വിശേഷം? ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് നല്ല വിശേഷം വിശേഷം. എല്ലാവരുടെയും? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നല്ലേ? ഓക്കെ. സുഖായിരിക്കുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതെ. അപ്പോൾ നമ്മൾ എന്നത്തെ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവരും നോട്ട് പാഡും പേന എടുത്തിരിക്കുക. എന്നിട്ട് ഡയൽ ചെയ്യുന്ന പോലെ കണ്ണടച്ചിരുന്ന് നിങ്ങൾ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കാം. എന്നിട്ട് നിങ്ങളുടെ ഓരോ അനുഗ്രഹം ഫീൽ ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക കേട്ടോ. ഒരുപാട് ആലോചിക്കേണ്ട. നമുക്ക് എന്താണോ മൈൻഡിലേക്ക് വരുന്നത് അത് മാത്രം എഴുതി വെക്കാം കേട്ടോ. എഴുതി കഴിഞ്ഞാൽ എല്ലാവരും ചാറ്റ് ബോക്സിൽ ഉണ്ടെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് പേരുടെ കഴിഞ്ഞു അല്ലേ? അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആലോചിക്കേണ്ട. നിങ്ങൾക്ക് മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്തിട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. എഴുതുന്ന സമയത്ത് നന്നായിട്ട് ഫീൽ ചെയ്യണം.
ഏകദേശം എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓ, എല്ലാവരും വീഡിയോയിൽ വരും കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ വരാൻ പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വരിക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇന്ന് നമുക്ക് 10ാമത്തെ ദിവസമാണ്. ഇതിൽ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാജിക് ബുക്കിലെ റോണ്ടാബാൻ എഴുതിയിട്ടുള്ള മാജിക് ബുക്കിലെ 10ാമത്തെ ദിവസം, 10ാമത്തെ ടാസ്ക് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാജിക് മോർണിംഗ് ആണ്. നമ്മുടെ മോർണിംഗിന്റെ ഒരു മാന്ത്രികത എന്താണെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ജീവിതം, മോർണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ റീസെറ്റ് ബട്ടണാണ്. നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ദിവസം രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡി മാത്രമല്ല, നമ്മുടെ ബോഡിയൊക്കെ റെസ്റ്റ് വേണമല്ലേ? എല്ലാത്തിനും നമുക്ക് റെസ്റ്റ് വേണം. നമുക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ പോകുന്നതാണ് ഓരോ ദിവസം. അപ്പൊ നമുക്ക് ബോഡിക്കും മൈൻഡിനൊക്കെ നമുക്കൊരു റെസ്റ്റ് വേണം അല്ലേ? മൈൻഡും ബോഡിയും റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതിന് ശേഷം വരുന്ന മോർണിംഗ് എന്ന് പറയുന്നൊരു പുതിയൊരു തുടക്കമാണ്. അല്ലേ? നമ്മുടെ മോർണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ റീസെറ്റ് ബട്ടൺ ആണ്. അതേപോലെ നമ്മൾ ദിവസം രാത്രി ഉറങ്ങുമ്പോൾ മാത്രമല്ല, നമ്മുടെ ബോഡിയും മാത്രമല്ല, നമ്മുടെ മൈൻഡും റെസ്റ്റ് എടുക്കുന്നില്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ ഫാമിലിയോ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും ചിലപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളിലൂടെ ഒക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്ട്രെസ്, പല കാര്യങ്ങളും വരാറുണ്ട്. നമുക്ക് മൈൻഡിനും ബോഡിക്കും റെസ്റ്റ് കൊടുക്കണം. പക്ഷെ നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, പലർക്കും മോർണിംഗ് എന്ന് പറഞ്ഞത് റഷ് ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും അല്ലേ? ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ അലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അലാം അടിക്കുന്നു, ഫോൺ എടുക്കുന്നു, സ്ക്രോൾ ചെയ്യുന്നു, പല കാര്യങ്ങളും, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും അല്ലേ? നമ്മൾ രാത്രി എന്താണോ ചിന്തിച്ച് കിടന്നത്, ചിലപ്പോൾ പ്രശ്നങ്ങളൂടെ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ചിന്തിച്ചിട്ട്, നിങ്ങൾ പ്രോബ്ലങ്ങളിലൂടെ പോയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അതന്നെ ചിന്തിച്ചിട്ട് കിടക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് ടെൻഷൻ വരും അല്ലേ? അല്ലെങ്കിൽ ഫോൺ എടുക്കും, സ്ക്രോൾ ചെയ്യും, ആ ടെൻഷൻ വരും, പെട്ടെന്ന് എണീക്കും. ഇപ്പൊ ഇതെന്ത് സംഭവിക്കുക ഇവിടെ? നമ്മുടെ ഇത് സ്ലോലി നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യുന്നു. മോർണിംഗ് എന്ന് പറയുന്നത് കാമായിട്ടുള്ള ഒരു ടൈം അല്ല, സ്ട്രെസ് ആയിട്ടുള്ള ടൈമാണ്. അപ്പൊ എന്നൊരു ധാരണ നമ്മുടെ മൈൻഡിൽ ഡെവലപ്പ് ആവും അല്ലേ? നിങ്ങൾക്ക് രാവിലെ നിങ്ങൾക്ക് കാമായിട്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് അത് എഴുന്നേക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സ്ട്രെസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ, നിങ്ങൾക്ക് ടെൻഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നെങ്കിൽ, നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു മെസ്സേജ് പോകും. എന്താണ്? മോർണിംഗ് എന്ന് പറയുന്ന ഒരു കാമായിട്ടുള്ള ടൈം അല്ല, സ്ട്രെസ് ആയിട്ടുള്ള ഒരു ടൈമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണെന്നുള്ളൊരു ധാരണ നമ്മുടെ മൈൻഡിൽ ഡെവലപ്പ് ആവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ 10 നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്? ഓരോ ദിവസം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മോർണിംഗിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മുടെ മോർണിംഗ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ എനർജിയാണ് അല്ലേ? അതായത് നമുക്ക് മോർണിംഗിൽ രാവിലെ സമയത്ത് എന്താണ്, നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാൻവസ് കിട്ടും അല്ലേ? ഇപ്പൊ നമ്മുടെ നൈറ്റിലെ, രാത്രിയിലെ ആ സൈലൻസ് കഴിഞ്ഞ് ലോകം അല്ലേ, നമ്മുടെ ഈ ഒരു ലോകം സ്ലോലി പതിയെ ഉണരുന്ന ഒരു സമയമാണ് അല്ലേ? അപ്പൊ എന്താണ്, ആ ഒരു സമയത്ത് എന്താണ്, നമുക്ക് ഒരുപാട് ബഹളങ്ങൾ, നോയ്സ് എല്ലാം കുറവാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് എന്താ, പ്രകൃതി ഉണർന്നു വരുന്ന സമയത്ത് വലിയ ശബ്ദങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാവില്ല അല്ലേ? അതൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പ്രകൃതി നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിനെ കാം സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പണ്ടൊക്കെ പുരാതന കാലങ്ങളിൽ, അല്ലെങ്കിൽ
നമ്മൾ മുൻപൊക്കെ പറയുന്ന കാര്യം എന്താ, ഏർലി മോർണിംഗ് എന്ന് പറയുന്നത് നമുക്ക് വിശുദ്ധമായിട്ടുള്ള അല്ലേ നല്ലൊരു സമയമാണ്. അല്ലേ പഴയ ആളുകളൊക്കെ പറയില്ലേ, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള നല്ലൊരു സമയമാണ് രാവിലെ നേരത്തെ എണീക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു മോർണിംഗ് രാവിലത്തെ സമയം എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് നമുക്ക് നമ്മളോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സമയമാണ്. ഓക്കെ ആണോ? നമുക്ക് നമ്മളോട് കൂടുതൽ അടുക്കാനും Yes, sir. നമ്മളോട് കണക്ട് ചെയ്യാം, അതെ നമ്മളോട് കണക്ട് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സമയമാണ് രാവിലെ. അല്ലേ, നമ്മൾ പല കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞേക്കാറില്ലേ. അപ്പോൾ അതിന്റെ സയൻസ് എന്താണ്, നമ്മുടെ ബ്രെയിനിന്റെ സയൻസ് എന്താണ്? നമ്മൾ ആ ഉറക്കം കഴിഞ്ഞ ശേഷം നമ്മുടെ ബ്രെയിന് ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നല്ല നമ്മുടെ റെസ്റ്റ് ബ്രെയിന് കിട്ടിയിട്ട് ഉം, നല്ല റെസ്റ്റ് കിട്ടിയിട്ട് നമുക്ക് ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആയിട്ട് തോന്നും സമയം. അതെ 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 അതെ. അപ്പോൾ എന്താണ്, നമ്മുടെ ഉറക്കം കഴിഞ്ഞ ബ്രെയിൻ എന്താണ്, നമ്മുടെ റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഈ സമയത്ത് നമ്മുടെ ബ്രെയിന് എന്തായിരിക്കും, ആൽഫ സ്റ്റേജിലായിരിക്കും. അല്ലേ, നമ്മുടെ രാവിലെ ഉണർന്ന ഉടനെ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപുള്ള അരമണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് ആൽഫ സ്റ്റേജിലായിരിക്കും എന്ന് പറയും അല്ലേ. ആ ഒരു സമയത്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം, അഫർമേഷൻ എഴുതണം, വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യണം എന്ന് പറയുന്ന കേൾക്കാറില്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ്, നമുക്ക് ആ ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ക്രിയേറ്റിവിറ്റി, അതുപോലെ അവയർനെസ്, നമ്മുടെ പിന്നെ മൈൻഡ് ഓപ്പൺ ആയിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ മോർണിംഗ് തോട്ട്സ് എപ്പോഴും നമ്മുടെ മോർണിംഗ് തോട്ട് നമ്മൾ രാവിലെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്ട്രോങ് ആയിട്ട് നമ്മളെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അല്ലേ, നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ സ്ട്രെസ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമായിട്ടാണ് നിങ്ങൾ എണീക്കുന്നു, മൈൻഡ് ഓക്കെ അല്ലാത്ത സമയമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം മുഴുവനും എന്തായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും. അന്നത്തെ ദിവസം നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പോലും പറ്റൂല അല്ലേ. പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും പോകുന്നത്, നിങ്ങൾ ഓക്കെ ആയിരിക്കില്ല. പല പ്രശ്നങ്ങളും ചിലപ്പം വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഓഫീസിലെത്തുമ്പോൾ അത് അവിടെ വരെ ബാധിക്കാം അല്ലെ, വർക്കിനെ വരെ ബാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ നമുക്ക് മിണ്ടാനോ അവരോട് നല്ല രീതിയിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ചിലപ്പം ദേഷ്യം വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മുടെ മോർണിംഗ് എന്ന് പറയുന്നത് ആ ഒരു സമയം ആൽഫ സ്റ്റേജിലായിരിക്കും. ആ സമയത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പെട്ടെന്ന് അവിടെ സ്റ്റോർ ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഒന്നും ന്യൂസ് ഒന്നും കേൾക്കരുത് പറയുന്നത് അല്ലേ. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മൈൻഡ് അതിലേക്ക് പോകരുത് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ രാവിലെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് ന്യൂസ് കേൾക്കരുത്, അതിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് അത് കയറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയക്ക് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ. ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ തുറന്നു നോക്കുമ്പോൾ നമ്മൾ എന്താണോ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടത് അത് തന്നെ ആയിരിക്കും, അതുപോലെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമുക്ക് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങളെന്നും ആ ഒരു ന്യൂസ് കേൾക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് രാവിലെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്താണ്, നെഗറ്റീവ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മുടെ മൈൻഡിലേക്ക് ഡെയിലി കൊടുക്കുന്ന തോട്ട്, ആ ഒരു തോട്ടിന്റെ പാറ്റേൺ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഷേപ്പ് ചെയ്യും അല്ലെ. നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു തോട്ട്, എന്ത് ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഷേപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ സക്സസ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ മോർണിംഗിന് ആ ഒരു സമയത്തിന് വാല്യൂ കൊടുക്കുന്നത് അല്ലേ. പല ആളുകൾക്കും പല സക്സസ് ലൈഫിൽ വിജയിച്ചിട്ടുള്ള പല ആളുകൾക്കും അവിടെ അവരുടെ റൊട്ടീന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട് അവർക്ക്. അവര് ആ ഒരു മോർണിംഗ് റെസ്പെക്ട് ചെയ്യും അല്ലേ. നല്ലൊരു പ്ലാൻ അവര് മോർണിംഗിൽ അവർ പ്ലാൻ ചെയ്യും, അവരുടെ അന്നത്തെ ദിവസത്തെ കുറിച്ച് അല്ലെ. ടു ഡു ലിസ്റ്റ് എഴുതും, ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം, അവരുടെ ഡേ എങ്ങനെ ആയിരിക്കണം, അതൊക്കെ അവർ പ്ലാൻ ചെയ്യും. പിന്നെ പഠിക്കും അല്ലേ, നമ്മൾ അവരെ പഠിക്കാനുള്ള സമയം, അവരുടെ ബിസിനസിനെ കുറിച്ചാണെങ്കിൽ അവർ ഒരുപാട് ബുക്കുകൾ വായിക്കും. പല കാര്യങ്ങളും ചെയ്യുന്നത് മോർണിംഗിലായിരിക്കും. നടക്കാൻ പോകുന്നുണ്ടാവും, എക്സസൈസ് ചെയ്യുന്നുണ്ടാവും
ഇല്ല യോഗ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവര് മോർണിംഗിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ മോർണിംഗ് ടൈം ആയിരിക്കും അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ടൈമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഡേ ബിസി ആയിരിക്കും അല്ലേ. ആ ഒരു സമയത്ത് മോർണിംഗിൽ അവർക്ക് ബിസി ആയിരിക്കും. അപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി വരും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മോർണിംഗിൽ പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പഠിക്കുന്ന സമയത്ത് അവരുടെ ആ മോർണിംഗ് അവർക്ക് ആ ഒരു ദിവസം തന്നെ അവർക്ക് എങ്ങനെ കൊണ്ടുപോകണം, അവരുടെ ലൈഫ് എങ്ങനെയാണ്, അവരുടെ ബിസിനസ് എങ്ങനെയാണ്, അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കറക്റ്റ് പ്ലാനിങ് അവർക്ക് ഉണ്ടായിരിക്കും. അത് അത് അവരുടെ മോർണിംഗിന്റെ ആ ഒരു ടൈം അല്ലേ, സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം ആയിട്ടും അവർ മാറ്റി വെക്കുന്നുണ്ട്. അവരുടെ ഒരു വാല്യൂബിൾ ടൈം ആയിട്ട് അവർക്ക് ഇത് മാറ്റി വെക്കുന്നുണ്ട് അല്ലേ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? പലപ്പോഴും ഒരു പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു റൊട്ടീൻ ഉണ്ടാവും ഡെയിലി. രാവിലെ എണീക്കുമ്പോൾ ചെയ്യുന്ന അല്ലേ, ഡെയിലി ചെയ്ത് നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ എന്താണ് ഡെയിലി ചെയ്യുന്നത്? ചിലപ്പോൾ നമ്മൾ നേരെ എണീറ്റ് ഉണർന്ന ഉടൻ തന്നെ ചിലപ്പം നമ്മുടെ കൈ ഇങ്ങനെ പോകുന്നത് ഫോണിലേക്കായിരിക്കും. ഇത് കഴിഞ്ഞ് കുറച്ച് റീൽസോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ അതൊക്കെ നോക്കിയിട്ട് അവർക്ക് കൊടുക്കാനുള്ള റിപ്ലൈ ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഡെയിലി ചെയ്യുന്നല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോകും. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള നല്ല ശീലങ്ങൾ ഉണ്ടായിരിക്കും. അവർ ഡെയിലി ചെയ്യുന്നത് അത്തരം കാര്യങ്ങളായിരിക്കും. അപ്പം നമ്മൾക്കും സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കും അത്തരത്തിലുള്ള അവർ ചെയ്യുന്ന പല കാര്യങ്ങളും കോപ്പി ചെയ്യാം. രാവിലെ നേരത്തെ എണീക്കുക. അപ്പം ഇതിലെല്ലാവരും ചെയ്താണ് നേരത്തെ എണീക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നു ഇല്ലേ. നമുക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇവിടെ ഉള്ളവർ ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത പോയിന്റ് പറയുന്നത് നമുക്ക് ആ മോർണിംഗിൽ എണീറ്റ് കഴിഞ്ഞുള്ള മെന്റൽ ക്ലാരിറ്റി എന്താണെന്ന് നോക്കാം. മൈൻഡിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണ്. അതായത് ഒന്നാമത്തെ എന്താണ്? സൈലൻസ്. ഇതുപോലെ ഫ്രഷ്നെസ് വേണം. ഒന്ന് സൈലൻസും ഒന്ന് ഫ്രഷ്നെസ്സും വേണം നമുക്ക് ക്ലാരിറ്റി കിട്ടാൻ മോർണിംഗിൽ രണ്ട് ഈ കണ്ടീഷൻസും എന്താണ് വരുന്നത്? നാച്ചുറലായിട്ട് സംഭവിക്കുന്നത് ഇല്ലേ. ഇപ്പോൾ നമുക്കൊരു ഡെയിലി കുറച്ച് കഴിഞ്ഞാൽ, മണിക്കൂറുകൾ കഴിഞ്ഞാൽ, രാവിലത്തെ ആ ഒരു സമയം കഴിഞ്ഞാൽ മൈൻഡ് എന്താ സംഭവിക്കുന്നത്? ഓൾറെഡി പല തോട്ട്സ് കൊണ്ട് നിറഞ്ഞിരിക്കും അല്ലേ. രാവിലെ ചിലപ്പം ഫ്രഷ് ആയിട്ടിരിക്കും, നമ്മുടെ നല്ല സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പൊ നമുക്ക് പുതിയ നല്ല മൈൻഡ് ബ്ലാങ്ക് ആയിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നല്ല തോട്ടുകളൊക്കെ വരും അല്ലേ. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്യാൻ, പല കാര്യങ്ങളും ചെയ്യാനുള്ള നല്ല കാര്യങ്ങൾ അവിടെ വരും. അത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പല ഓൾറെഡി നമ്മുടെ മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ നമ്മളിലേക്ക് ആ ഒരു ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പല തോട്ടുകളും വരും. അപ്പോൾ മോർണിംഗിൽ നമ്മുടെ മൈൻഡ് ലൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നല്ല ഐഡിയാസ് വരുന്നത്. നമുക്ക് നമ്മൾ എടുക്കുന്ന ഡിസിഷനൊക്കെ അല്ലെ, തീരുമാനങ്ങളൊക്കെ നല്ല ക്ലിയർ ആവാറുണ്ട് അല്ലെ. ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇപ്പൊ നമുക്ക് നന്നായി ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും അല്ലെ. മറ്റുള്ളത് ചിലപ്പോൾ നമുക്ക് ആ ഒരു നെഗറ്റീവായിട്ടുള്ള സമയത്ത് തന്നെ, പ്രശ്നങ്ങളിലൂടെ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റാറുണ്ട് അല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയം അല്ലെ, അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പല കാര്യങ്ങളും നമുക്ക് തെറ്റി പോവാറുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് എന്താ? മോർണിംഗിൽ നല്ല ഐഡിയാസ് വരും, നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങൾക്കൊക്കെ ക്ലിയർ ആയിരിക്കും. പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ മോർണിംഗിന്റെ ആ തിങ്കിങ് ക്വാളിറ്റി എന്ന് പറയുന്ന ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ആ ഒരു മോർണിംഗിലേക്ക് തന്നെ മാറ്റി വയ്ക്കുക. അപ്പൊ നമ്മുടെ ഓരോ ദിവസത്തെയും ഇമോഷണൽ ടോൺ അല്ലേ എന്തായിരിക്കണം? നമ്മുടെ മോർണിംഗിൽ നിങ്ങൾക്ക് നിരാശ ഉണ്ടെങ്കിൽ ആ ഡേ മുഴുവൻ അല്ലേ, നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഡേ മുഴുവൻ നമ്മുടെ മൈൻഡ് ആക്റ്റീവ് ആയിരിക്കില്ല, നമ്മൾ ചിലപ്പോൾ ഡൗൺ ആയിട്ടിരിക്കും. മോർണിംഗ് കാമായാൽ എന്താണ്? ആ ഡേ തന്നെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. മോർണിംഗിൽ കാമാകുമ്പോൾ
നമുക്ക് നല്ല ക്ഷമയുണ്ടാവും. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ, മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യാനും നല്ല രീതിയിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും പറ്റും. മോർണിംഗിൽ സ്ട്രെസ് ആണെങ്കിലോ നമുക്ക് ഒരുപാട് ഇറിറ്റേഷൻ വരും അല്ലേ? ഇറിറ്റേഷൻ വരും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് അതൊരുപാട് ബുദ്ധിമുട്ടാക്കാറുണ്ട്, പ്രശ്നങ്ങളിലൂടെയൊക്കെ പോവാറുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു മോർണിംഗ് ഇമോഷൻ എന്ന് പറയുന്നത് അല്ലേ, നമുക്ക് നമ്മൾ ബോധപൂർവം കോൺഷ്യസ്ലി ക്രിയേറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ ബോധപൂർവം നമ്മുടെ രാവിലത്തെ ഇമോഷൻ എന്താണ് നമ്മൾ തന്നെ അത് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് പോവാറുണ്ട്. രാവിലെ നമുക്ക് നമ്മളെ അറിയാനും നമ്മളിലേക്ക് നോക്കാനുള്ള ഒരു സമയമാണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ഡേ എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെ ഒബ്സർവ് ചെയ്യാനല്ലേ, നമുക്ക് അവെയർ ആയിട്ട് ഇരിക്കാനുള്ള ഒരു സമയമാണ്. അപ്പൊ നമ്മൾ തന്നെ അത് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം രാവിലെ. ഇപ്പൊ നമുക്ക് മോർണിംഗും അതുപോലെ ഡിസിപ്ലിൻ തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്നാണ്. ഈ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന് തന്നെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും അല്ലേ? നമ്മുടെ ലൈഫിന്റെ ഘടന ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ്? നമുക്ക് ആ ഒരു ഡിസിപ്ലിനാണ്. സ്ട്രക്ചർ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നേരത്തെ പറഞ്ഞ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യും. അതേപോലെ നമ്മുടെ മാനസികാവസ്ഥ എന്താണ്? സ്റ്റേബിൾ ആയിരിക്കും അല്ലേ? അത് ഇൻക്രീസ് ചെയ്യും, സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. നമുക്ക് മോർണിംഗിലുള്ള ഒരു ഹാബിറ്റ്, ആ ഒരു ശീലം പതുക്കെ മറ്റുള്ള ശീലങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. എങ്ങനെയാണ്? നമ്മുടെ ടൈമിന്റെ അവയർനെസ് ബെറ്റർ ആയിരിക്കും അല്ലേ? നമ്മുടെ സമയത്തേക്ക് കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവും അല്ലേ? അത് ബെറ്റർ ആവും. നമ്മുടെ റൊട്ടീന്, മോർണിംഗിലുള്ള റൊട്ടീന്, നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിന് ഒരു സ്ഥിരത ഉണ്ടാവും അല്ലെ? റൊട്ടീന് സ്ഥിരത ഉണ്ടാവും. അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ നാളേക്ക് നീട്ടി വെക്കുന്ന, നാളെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ആ ഒരു റൊട്ടീനൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് നടക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ക്ലിയർ ആണ് സർ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ മോർണിംഗ് ഗ്രാറ്റിറ്റ്യൂഡും എങ്ങനെയാണ്, നമ്മുടെ മോർണിംഗിനെ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നോക്കാം. നമ്മുടെ മൈൻഡിനെ എങ്ങനെയാണ് നല്ല രീതിയിലേക്ക് കൊണ്ടുവന്ന് നോക്കാം. മോർണിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഇല്ലായ്മ, എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ് അല്ലേ? സെഷനിൽ പറയുന്നതാണ്. നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് അബൻഡൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ എല്ലാ ദിവസവും പറയുന്നതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് പറഞ്ഞു പോവാം. അപ്പോൾ മോർണിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്ന സമയത്ത് എന്താണ്? ബ്രെയിന് നോട്ടീസ് ചെയ്യുന്നു അല്ലേ? എന്താണ്? ഓപ്പർച്യൂണിറ്റി അല്ലേ? നല്ല മൊമെന്റ് അല്ലേ? നല്ല സപ്പോർട്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും ഫീൽ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ വരും എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഇന്റർണൽ സിസ്റ്റം ചേഞ്ച് ചെയ്യും അല്ലേ? നോർമലി നമ്മുടെ മൈൻഡ് പ്രോബ്ലം സെർച്ച് ചെയ്യും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന സമയത്ത് പോസിറ്റീവ് സിഗ്നലിനെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റാസ് ഇല്ലേ, റെക്ടിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം. നമ്മൾ എന്താണോ കൊടുക്കുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഗോൾ എന്താണോ, അപ്പൊ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യും അല്ലേ? അത് തെരഞ്ഞു പിടിക്കും. അത് എവിടെയാണുള്ള വെച്ചാല് നമ്മുടെ മൈൻഡ് അത് തെരഞ്ഞു പിടിക്കും അല്ലേ? റാസ് അതാണ്, ആ ഫിൽട്ടർ ചെയ്യും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ മോർണിംഗ് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പറയുന്ന സമയത്ത് അത് പറയാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് കൊണ്ടുതരും. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് വന്ന് ഈ അതിരാവിലെയുള്ള നമ്മൾ ആ റുട്ടീൻ അല്ലേ, നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ സെൽഫിനെ എങ്ങനെയാണ് കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഓരോ ദിവസവും ഡേ ടൈമിൽ എന്താണ്, നമ്മൾ പല വേഷങ്ങളും അല്ലെ, പല കാര്യങ്ങളിലൂടെ പോകുന്നു, പല റോളും നമ്മൾ വഹിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താണ്, ചിലപ്പോൾ നമ്മൾ എംപ്ലോയി ആയിരിക്കും, ചിലപ്പോൾ പാരന്റ് ആയിരിക്കും, ഫ്രണ്ട് ആയിരിക്കും, ഒരു ലീഡർ ആയിരിക്കും. ഈ സമയത്ത് നമുക്ക് ഇത്തരം റോളുകളൊന്നും ഇല്ല. നമുക്ക് അത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ റോളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ സെൽഫിനെ
കണക്ട് ചെയ്യാനുള്ള ഒരു സമയമാണ്. അപ്പൊ നമുക്ക് നമ്മളോട് ചോദിക്കാനുള്ള ഒരു സമയമാണ്. എന്താണ്? രാവിലെ നമുക്ക് ചോദിക്കാം, ഞാൻ എങ്ങനെ ആവണം, ഇന്നത്തെ ദിവസം എൻ്റെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആയിരിക്കണം, ഞാൻ എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരിക്കണം, മറ്റുള്ളവരോട് ഞാൻ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമുക്ക് നമ്മളോട് തന്നെ കണക്ട് ചെയ്യാൻ, നമ്മളോട് ഒരുപാട് ചോദ്യങ്ങളും അതിന് ആൻസറൊക്കെ കണ്ടെത്താൻ പറ്റുന്നൊരു സമയമാണ്. ഇപ്പൊ പറഞ്ഞു, നമുക്ക് മോർണിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു റോളില്ലാത്തൊരു സമയമാണ്. അത് കഴിഞ്ഞാലാണ് നമ്മൾ ഒരുപാട് റോളിലൂടെ പോകുന്നത്, അല്ലേ? ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും പേരൻസ് ആയിട്ടും എംപ്ലോയി ആയിട്ടും ലീഡർ ആയിട്ടൊക്കെ പോകുന്നത്. അപ്പൊ ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടൊരു ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നമ്മളിലേക്ക് നോക്കാനോ നമ്മൾ എന്താണോ ചിന്തിക്കാനോ എന്നുള്ളൊരു സമയമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ മോർണിംഗിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, നോട്ട് ചെയ്ത് വെക്കാൻ, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാൻ, ഞാൻ എങ്ങനെ ആയിരിക്കണം, എൻ്റെ ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം, ഞാൻ ഇന്ന് എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ പെരുമാറണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സമയമാണ്. അടുത്ത പോയിന്റ്, നമ്മുടെ മോർണിംഗിൽ നമ്മുടെ ഡിസിഷൻ എടുക്കുന്നതിന്റെ ക്വാളിറ്റി, അല്ലേ? നമുക്ക് പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും ഓരോ ദിവസങ്ങളിലും. അപ്പൊ നമുക്ക് ആ ഡിസിഷൻ എടുക്കുന്ന എന്താണ്, നമ്മുടെ മൈൻഡിന്റെ ക്ലാരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പല കാര്യങ്ങളും തെറ്റിപ്പോവാറുണ്ട്. നമ്മൾ ആ ഒരു മൈൻഡ് ഓക്കെ അല്ലാത്ത, കാമല്ലാത്ത ഒരു സമയത്ത് തന്നെ, പ്രശ്നങ്ങളിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നല്ല ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റായി തെറ്റായി. മാറാറുണ്ട്. അപ്പം അതെ, അപ്പൊ നമുക്ക് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് നല്ല ക്ലാരിറ്റി കാമായി. വേണം. അപ്പൊ അതെ, അപ്പൊ ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് മോർണിംഗിൽ ആ കാമായിട്ടുള്ള, ആ ബെറ്റർ ആയിട്ടുള്ള ടൈം, അല്ലേ, നമ്മുടെ ജഡ്ജ്മെന്റ് നൽകും, അല്ലേ? കറക്റ്റ് ആവും. നമ്മൾ കൊടുക്കുന്ന ജഡ്ജ്മെന്റ് എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ജഡ്ജ് ചെയ്യാറുണ്ട്, അല്ലേ? നമുക്ക് അത് അങ്ങനെ ആയിരിക്കും, ഇത് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ പല ഐഡിയാസ് വരുന്ന സമയത്ത് അത് അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അയാൾ ഇന്ന ഇതായിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പോവാറുണ്ട്. ഇപ്പൊ നമ്മൾക്ക് മോർണിംഗിൽ വരുന്ന ആ ഒരു പ്ലാനിങ്ങിന്റെ ഒരുപാട് കുഴപ്പങ്ങൾ വരുന്നത് അതൊക്കെ കുറച്ച് കൊണ്ടുവരും, കുറവായിട്ടിരിക്കും. മോർണിംഗിൽ നമുക്ക് ആ ഒരു ഡിസിഷൻ എടുക്കുന്ന, തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളും, ഇനി പല കാര്യങ്ങളും നമ്മൾ തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് മോർണിംഗിന്റെ ക്ലാരിറ്റി എന്താണ്? നമുക്ക് ബെറ്റർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇത് വരുന്നു. അപ്പൊ എന്താണ്? ബെറ്റർ ആയിട്ടുള്ള ഔട്ട്കം, അല്ലെ? അതിനുള്ള ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇപ്പോ മോർണിംഗില് നമ്മുടെ ലൈഫിന്റെ ഒരു ഡയറക്ഷൻ ഉണ്ട്, അല്ലേ? ഇപ്പൊ നമുക്ക് ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫ് സ്ലോലി എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? നമുക്ക് വലിയ സംഭവങ്ങൾ കൊണ്ടല്ല, വലിയ കാര്യങ്ങൾ ചെയ്തിട്ടല്ല നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുന്നത്. അപ്പൊ സ്ലോലി ആണ് ചേഞ്ച് ആവുന്നത്. അപ്പൊ ദിവസം എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങൾ, അല്ലെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ശീലങ്ങൾ കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ മോർണിംഗിൽ എടുക്കുന്ന ആ ഒരു ഹാബിറ്റ്, മോർണിംഗിൽ നമ്മുടെ ഹാബിറ്റ് എന്താണ്? സ്ലോലി നമ്മുടെ ലൈഫിന്റെ ഡയറക്ഷൻ തന്നെ ഷേപ്പ് ചെയ്യും. മോർണിംഗിൽ ലേൺ ചെയ്യുന്ന ആളുകൾ, പഠിക്കുന്ന ആളുകൾ എന്താ, നോളജ്, ഒരുപാട് നോളജ് ഉണ്ടാവില്ല, അവരുടെ നോളജ് ഗ്രോ ചെയ്യും. അപ്പൊ മോർണിംഗിൽ പ്ലാനിങ് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ്, അവരുടെ ലൈഫിനൊരു പർപ്പസ് ഇല്ലേ, അതൊക്കെ ക്രിയേറ്റ് ചെയ്യും, ക്ലിയർ ആവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ മോർണിംഗ് മൈൻഡ് സെറ്റ് എന്തായിരിക്കണം? നമ്മുടെ മൈൻഡ് സെറ്റ് മോർണിംഗിൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആവേണ്ട, നമ്മൾ അവെയർ ആയിട്ടിരിക്കണം, അതുപോലെ നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, അതുപോലെ നല്ല ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ മോർണിംഗിൽ ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെ, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. അപ്പോൾ പുതിയൊരു ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവെയർ ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല ഇന്റൻഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്താണ്, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി, അല്ലെ, പുതിയ അവസരങ്ങൾ, ഒരു ദിവസത്തിൽ പുതിയ അവസരങ്ങളായിട്ട്, അല്ലെ, നമുക്കൊരു പുതിയ ദിവസമല്ലേ നമ്മൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ, അല്ലെ,
ഒരു പുതിയ ദിവസമാണല്ലേ. ഇന്നലെ ഒരുപാട് പ്രശ്നങ്ങളോട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് ഉറങ്ങി എണീക്കുമ്പോൾ പുതിയൊരു ദിവസമാണ്. അപ്പോൾ നമുക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയ അവസരങ്ങളായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മുടെ മൈൻഡിലേക്ക് എന്താണ്, ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഇന്റൻഷൻ സെറ്റ് ചെയ്യുക. ഇങ്ങനെ പറയാം, ഇന്ന് ഞാൻ നല്ല ശാന്തതയോടെ അല്ലെങ്കിൽ നല്ല അവബോധത്തോടെ മുന്നോട്ട് പോകും. അങ്ങനെ എന്തെങ്കിലും അഫർമേഷനോ കാര്യങ്ങളോ നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത്, ഇന്ന് ഞാൻ നല്ല ശാന്തത ആയിട്ടിരിക്കും, അല്ലെ, കാമായിട്ടിരിക്കും, അല്ലെങ്കിൽ നല്ല അവെയർ ആയിട്ടിരിക്കും, നല്ല ബോധത്തോടെ, നല്ല അവബോധത്തോടെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് രാവിലെ തന്നെ അഫർമേഷനോ കാര്യങ്ങളോ കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മോർണിംഗ് പ്രാക്ടീസ് നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് അല്ല നമ്മുടെ മിറാക്കിളായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഗ്രാജുവലി നമ്മുടെ മൈൻഡിനെ നമ്മുടെ ആ ഒരു മൈൻഡിന്റെ ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. പതിയെ പതിയെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു ഹാബിറ്റായി മാറണമെങ്കിൽ എന്താ, ഒരു 21 ദിവസങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നമുക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്താ, പെട്ടെന്ന് നമുക്കത് മാറ്റാൻ പറ്റില്ല. അവിടെ പുതിയൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മോർണിംഗ് എന്താണ്, മൈൻഡ് കാമായാല് മോർണിംഗ് കാമായാല് മൈൻഡും കാമാവും. അപ്പൊ മൈൻഡ് കാമായാൽ എന്താണ്, നമുക്ക് ഡിസിഷൻ ക്ലിയർ ആയിരിക്കും. ഡിസിഷൻ ക്ലിയർ ആയാലും എന്താ, നമ്മുടെ ലൈഫിന്റെ ഡയറക്ഷൻ ഇംപ്രൂവ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നമ്മുടെ മോർണിംഗിനെ കുറിച്ചുള്ള ഇന്നത്തെ സെഷൻ. നമുക്കിനി പ്രാക്ടീസ് എന്താ നോക്കാം. ഓരോ ദിവസവും നമ്മുടെ ബുക്കിൽ പറയുന്ന മാന്ത്രികം എന്ന് പറയുന്ന, മാജിക് എന്ന് പറയുന്ന ബുക്കിൽ പറയുന്ന എന്താണ്, ഓരോ ദിവസവും നിങ്ങൾ കണ്ണുകൾ തുറക്കുന്ന നിമിഷം, അല്ലെ, നിങ്ങൾ ഉറക്കം ഉണരുന്ന ഒരു സമയം മുതൽ നിങ്ങളെ ഡ്രസ് ചെയ്ത് തയ്യാറാവുന്നത് വരെ നിങ്ങൾ തൊടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാത്തിനും നന്ദി വാക്കായ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ പറയാം. അതായത് നിങ്ങൾ രാവിലെ എണീറ്റ് ഉടനെ ചിലപ്പോൾ നിങ്ങൾ ഫോണിലേക്ക് ടച്ച് ചെയ്യും, അല്ലേ? അപ്പോൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാം. നിങ്ങളുടെ കൊടുക്കുന്ന സമയത്ത് ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ആ ഫോൺ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ, അത് ഫീൽ ചെയ്യാനും കൂടെ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. അതുപോലെ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത്, അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് നന്ദി എന്ന് കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് രാത്രിയും രാവിലെയും എല്ലാം ഗ്രാറ്റിറ്റ്യൂഡും എഴുതാം. അതേപോലെ മാജിക് സ്റ്റോണിന്റെ പ്രാക്ടീസും ചെയ്യാം. ഇതാണ് നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യം. രാവിലെ അല്ലെങ്കിൽ നാളെ ഇതൊക്കെ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ കേട്ടില്ലേ, ഇനി മുതൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഫോണുണ്ട്, അതിനെക്കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാം. ഓരോ കാര്യങ്ങളും നിങ്ങൾ വർക്കിന് പോകാൻ ഒരുങ്ങുന്ന ആ ഒരു സമയം വരെയുള്ള പല കാര്യങ്ങൾക്കും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്, അതിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാം, ഫീൽ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. സർ യൂസ്ഫുൾ ആയോ? ചോദിച്ചോളൂ. സാറ് എനിക്ക് EFTയുടെ ക്ലാസ് കഴിഞ്ഞു, സെഷൻ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. നല്ല സെക്ഷൻ ആയിരുന്നു. കേട്ടോ. ഓക്കെ, നല്ല താങ്ക് ക്ലാസ് യു. ആയിരുന്നു, വലിയ ഉപകാരമായി. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇനി വേറെ ഓരോ ആർക്കെങ്കിലും? ദിവസവും ഓരോ അവയർനെസ് കിട്ടുന്നത് നമ്മുടെ നല്ല ഉപകാരമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് താങ്ക്സ് പറഞ്ഞു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും? ഒത്തിരി നിങ്ങളിതെല്ലാം ഇവിടെ ഇങ്ങനെ നമ്മൾ ഓരോ ദിവസം പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്യണം. നിങ്ങളിത് ഇങ്ങനെ കേട്ട് പോയതുകൊണ്ട് ലൈഫിലൊരു ചേഞ്ചും ഉണ്ടാവില്ല. നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു 28 ദിവസം നമ്മളിത്. അതെ, നന്ദിയുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഞങ്ങൾക്ക് അറിവുകൾ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു.